2024 ഗ്ലോബൽ ഇന്നൊവേഷൻ ഇൻഡെക്സ് ഇന്ത്യയുടെ സ്ഥാനം 39. ഹ്യൂമൻ മെറ്റബൂമ വൈറസ് ഇന്ത്യയിലെ ആദ്യ കേസ് റിപ്പോർട്ട് ചെയ്തത് ബംഗളൂരു. 2024 രാഷ്ട്രീയ ഖേൽ പ്രോത്സാഹൻ പുരസ്കാരത്തിന് അർഹമായത് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യ. 2024 ദ്രോണാചാര്യ അർഹനായവർ അർമാൻഡോ കൊളാസോ ഫുട്ബോൾ, എസ് മുരളീധരൻ ബാഡ്മിന്റൺ. സൈബർ സുരക്ഷ പ്രോത്സാഹിപ്പിക്കാനുള്ള ദേശീയ അംബാസിഡറായി 2024 നിയമിതയായ ചലച്ചിത്ര നടി രശ്മിക മന്ദാന. മുംബൈ നഗരത്തിലെ ആദ്യ ഭൂഗർഭ മെട്രോ ലൈൻ സർവീസ് തുടങ്ങിയത് ബാന്ദ്ര കുർള കോംപ്ലക്സ്, ജോഗേശ്വരി വിക്രോളി ലിങ്ക് റോഡ്. ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിലെ 69ാമത് അംഗം ഇസ്രായേൽ. 2024 ഐഫോൺ 16 നിരോധിച്ച രാജ്യം ഇന്തോനേഷ്യ. 2024 ഇന്റർനാഷണൽ അസ്ട്രോനോട്ടിക്കൽ ഫെഡറേഷൻ വേൾഡ് സ്പേസ് അവാർഡിന് അർഹനായത് എസ് സോമനാഥ്. അന്താരാഷ്ട്ര വനിതാ ഫുട്ബോളിൽ 100 മത്സരം പൂർത്തിയാക്കിയ ആദ്യ ഇന്ത്യൻ വനിത ആശ. അന്താരാഷ്ട്ര ഫുട്ബോളിൽ 10 ഹാട്രിക് നേടിയ രണ്ടാമത്തെ പുരുഷ താരം ലയണൽ മെസ്സി. 23ാമത് SCO ഉച്ചകോടിയുടെ വേദി ഇസ്ലാമാബാദ്. പ്രസാർ ഭാരതിയുടെ OTT ആപ്പ് വേവ്സ്. കേംബ്രിഡ്ജ് ഡിക്ഷണറിയുടെ 2024 വാക്കായി തിരഞ്ഞെടുത്തത് മാനിഫെസ്റ്റ്. അർബൻ ഗവേണൻസ് ഇൻഡെക്സിൽ രാജ്യത്ത് ഒന്നാമതെത്തിയ സംസ്ഥാനം കേരളം. രാജ്യത്തെ ആദ്യ സൂപ്പർ കപ്പാസിറ്റർ ഉൽപാദന കേന്ദ്രം നിലവിൽ വരുന്നത് കെൽട്രോൺ, കണ്ണൂർ. 2024 ഗോവ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ സുവർണ മയൂരം നേടിയ സിനിമ ടോക്സിക്. സംവിധായകൻ സൗളി. ഡോങ്ഫെങ് 100 ഏത് രാജ്യത്തിന്റെ സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലാണ്? ചൈന. ഗ്ലോബൽ ഇക്കോസിസ്റ്റം അറ്റ്ലസ് സംരംഭം കൊളംബിയയിൽ ആരംഭിച്ചത് ഏതു പരിപാടിയിലാണ്? UN ജൈവവൈവിധ്യ സമ്മേളനം. ബ്രിക്സ് ഉച്ചകോടിക്കിടെ റഷ്യൻ പ്രസിഡന്റിനെ ഇന്ത്യൻ പ്രധാനമന്ത്രി സമ്മാനിച്ചത് ഏത് പരമ്പരാഗത പെയിന്റിംഗ് ആണ്? സൊഹറായ് പെയിന്റിംഗ്. വേൾഡ് ജസ്റ്റിസ് പ്രൊജക്ട് പുറത്തിറക്കിയ റൂൾ ഓഫ് ലോ സൂചിക 2024 ഇന്ത്യയുടെ സ്ഥാനം 79. ഇന്ത്യയിൽ ക്രൂയിസ് ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഇന്ത്യൻ സർക്കാർ ആരംഭിച്ച പുതിയ പദ്ധതി ക്രൂയിസ് ഭാരത് മിഷൻ. ഇന്റർനാഷണൽ സോളാർ അലയൻസ് അസംബ്ലിയുടെ 7ാം സമ്മേളനത്തിന് ആതിഥേയത്വം വഹിക്കുന്ന നഗരം ന്യൂഡൽഹി. ഇന്ത്യയിലെ ഏറ്റവും വലിയ സോളാർ ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം ആരംഭിച്ച സംസ്ഥാനം ഛത്തീസ്ഗഡ്. യാർസ് മിസൈൽ വികസിപ്പിച്ചെടുത്ത രാജ്യം റഷ്യ. ലാഹോറിലെ കടുത്ത പുകമഞ്ഞിനെ നേരിടാൻ കൃത്രിമ മഴ പെയ്യിക്കാൻ പദ്ധതിയിടുന്നത് പഞ്ചാബ് സർക്കാർ.